ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകം കാണിക്കാൻ കാരണം ഇന്നത്തെ ക്ലൈമറ്റ്. എൻ്റെ അമ്മ എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് ഇന്നലെ രാത്രി ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നത്തെ ക്ലൈമറ്റ് കാണുങ്ങൾ ഇതുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് ഫുള്ള് പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ലെവലാണ് നിൽക്കുന്നത്. ഒരു ഓറഞ്ച് കളർ. ഞാനെന്ത് എഫക്റ്റ് ഇട്ടാന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. എഫക്റ്റ് ഇട്ടോന്നല്ല, ഫുള്ള് പൊടിക്കാറ്റൊക്കെ പിടിച്ചിട്ട് ഇതെന്താ പെട്ടെന്ന് ഇന്നലെ രാത്രി നല്ല കാറ്റും നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട ഫുള്ളൊരു ഇരുണ്ട് പിടിച്ച പോലെ അയക്കണ്. ആ ഏരിയയിലേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ബെൻസിൻ്റെ കോലം കണ്ടില്ലേ, ഫുള്ള് പൊടി അയക്കണ്. ഇതിപ്പോൾ കഴുകണോ തുടയ്ക്കണോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. കഴുകിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതും അറിയണില്ല. കണ്ട ഫുള്ള് പൊടി പിടിച്ചിക്കണ്. എന്ത് കോല അത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ തൽക്കാലം ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ കാറ്റത്ത് ഈ ചെടികളുടെ ഇലകളൊക്കെ നിലത്തേക്ക് വീണിക്കണം. ഫുള്ള് ഇലകളയക്കണം. ഇലകളല്ല, ഇതിൻ്റെ പൂവ്. ഇതൊരു കടലാസ് ടൈപ്പ് പൂവാണ്. ഇന്നലെ നനച്ചപ്പോൾ ഫുള്ളുണ്ടായിരുന്നതാണ്. ഒക്കെ കാറ്റത്ത് കൊഴിഞ്ഞടിക്കണം. ഇനി എന്തായാലും ഞാനൊന്ന് വണ്ടി ഒന്ന് കഴുകിയിട്ടെ. എന്തായാലും ഒന്ന് കഴുകിയിടാം, അതാണ് നന്നാവുക തോന്നുന്നു. കഴുകിയിട്ട് വലിയ കാര്യം ഉണ്ടാവുക തോന്നണില്ല. ഇപ്പോൾ ഏകദേശം 6:40 ഒന്ന് വെള്ളമടിച്ചിട്ട് തുടച്ചിടുക, അതാണ് നന്നാവുക. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ക്ലൈമറ്റ്. അതിൽ കാര്യമൊന്നുമില്ല കഴുകിയിട്ട്. എന്നാലും ഒന്ന് വെറുതെ ഒന്നേ വെള്ളമടിച്ചിടുക. രാവിലെ ഓഫീസിൽ പോകണതല്ലേ, വണ്ടി വൃത്തിയിൽ കിടന്നാലാണ് എനിക്കും കാണുമ്പോൾ എഴുതുള്ളൂ, മാഡത്തിന് എഴുതുണ്ടാവുള്ളൂ. കഴുകിയിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് തുടച്ച് നോക്കിയാലോ, തുടച്ചിട്ട് എന്താ പാട് നോക്കി നോക്കുക പോകണ്ടെന്നുള്ളത്. ഒന്ന് തുടച്ച് നോക്കാം. അല്ല, തുടച്ചിട്ട് ഒരു വെയില കണ്ടോ, നല്ല പൊടിയുണ്ട്, ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എന്തായിട്ടൊന്ന് വെറുതെ വെള്ളമടിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടാണ് നന്നാവുക തോന്നുന്നു. എന്താ പെട്ടെന്ന് ഇന്നലെ രാത്രിയോടെ നല്ല കാറ്റാണ്. റൂമിൽ കടക്കാൻ തന്നെ പറ്റില്ല. കടന്നപ്പോൾ കാറ്റടിച്ചിട്ട് ഫുള്ള് കാറ്റടിച്ച് നമ്മുടെ ക്യാബിനെ കൂടെ കടപടൊന്നും സൗണ്ട് വന്നുകൊണ്ടിരിക്കുക. കാറ്റത്ത് മറ്റേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ എവിടേക്ക് എന്തൊക്കെയാണ് തട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് വെള്ളമടിച്ച് തുടക്കട്ടെ പെട്ടെന്ന്. 6:40 7 മണിയാകുമ്പോൾ മേലെ വരും. അപ്പോൾ അതിനൊന്ന് വെറുതെ ഒന്ന് വെള്ളമടിച്ച് തുടച്ച് കിട്ടെ. അപ്പോൾ ഒന്നും പറയാമല്ലോ, ഞാനിങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് മേഡം ഇറങ്ങി. ഫുള്ള് പൊടിക്കാറ്റും വണ്ടിയിൽ വെള്ളമായിട്ട് ഫുള്ള് വണ്ടി കുത്തുമ്പുള്ളിയായിട്ട് ആകെ ആ നോർമലി തുഴക്കാണ്ട് വെക്കായിരുന്നു. വെള്ളം അടിക്കാത്തവൻ നന്നായിരുന്നു പറഞ്ഞ പോലെയാണ് അവസ്ഥ. പിന്നെ മേഡത്തിനും കൂടി വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മുടെ മേഡത്തിന് അണ്ടർഗ്രൗണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അണ്ടർഗ്രൗണ്ട് പറഞ്ഞാൽ ബേസ്മെൻറ്റിൽ മേഡത്തിന് ഇറക്കി വിടുക. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്രയും പൊടിക്കാറ്റാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മണലൊക്കെ കിടക്കുന്നത്. അതായത് എന്താ പറയുക, പൊടിക്കാറ്റ് എന്താണോ പെട്ടെന്ന് ക്ലൈമറ്റ് ഫുള്ളൊരു ഡാർക്ക് സീനായി. പിന്നെ അതേപോലെ പുറത്ത് റോഡിലത്തൊക്കെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര. അതായത് നമുക്ക് ചിലപ്പോൾ മുമ്പത്തെ വണ്ടി പോലും കാണാൻ പറ്റില്ല, മഞ്ഞ് വീണ പോലേക്ക്. പക്ഷെ മഞ്ഞല്ല, പൊടിയാണ്. പൊടി ഭയങ്കര പ്രശ്നമാണ്. അതായത് മൂക്ക് കയറിയിട്ട് ഞാൻ എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചു തരാം എന്താ ലെവലെന്നുള്ളത്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നല്ല, ഞാൻ കുറച്ചും കൂടി ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നത്തെ വണ്ടി പോലും കാണൂല. ക്യാമറയിൽ ചിലപ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് അറിയുള്ളൂ. എന്താ ക്ലൈമറ്റ് ഇങ്ങനെയെന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അതായത് നമ്മുടെ ഖത്തറിൽ ഉള്ളവരൊന്ന് അറിയിക്കുക ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത്. കണ്ടോ. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ 1-2 വണ്ടികൾ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ആൾക്കാർ 4 ഇൻഡിക്കേറ്റർ ഇടാണ്. അതായത് ബാക്കിലുള്ള വണ്ടികൾക്ക് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന് ഏറ്റവും നല്ല ഡീഫോഗർ ഇടുന്നതാണ്. കാരണം 4 ഇൻഡിക്കേറ്റർ ഇടുന്നതിൻ്റെ അർത്ഥം ഹസാർഡ് ലൈറ്റ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമുക്ക് ബാക്കിലുള്ള വണ്ടികൾ അറിയിക്കാനൊക്കെയാണ് ഈ 4 ഇൻഡിക്കേറ്റർ, അതായത് ഹസാർഡ് ലൈറ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ചിലവർ നല്ല മഴ പെയ്യുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ നല്ല മൂടലുണ്ടാകുമ്പോൾ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ പൊടിക്കാറ്റ് കാരണം ഇപ്പോൾ നമുക്ക് മുന്നത്തെ വണ്ടികളൊന്നും കാണില്ല. ചില അത്രയും പൊടിക്കാറ്റുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ 4 ഇൻഡിക്കേറ്റർ ഇടരുത്. എപ്പോഴും അതിൻ്റെ ഡീഫോഗർ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് നമ്മൾ ഫോഗിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഡീഫോഗർ. അതായത് ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും അതിന് വരിക. അതേപോലെ അതൊക്കെ ഓണാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റേത് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ ഹസാർഡ് ലൈറ്റ് ഇട്ടാൽ നമുക്ക് ബാക്കിലുള്ള വണ്ടികൾക്ക് അറിയിക്കാം മുമ്പത്തെ നമുക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഹസാർഡ് ലൈറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഈ മൂടൽ, മഞ്ഞ്, അതേപോലെ പൊടിക്കാറ്റൊക്കെ വരുമ്പോൾ മാക്സിമം എല്ലാവരും ഡീഫോഗർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് റോഡുകളാകുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും എത്രത്തോളം ഫോഗ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ ക്യാമറയിൽ ആ ഒരു വിട്ട് ഏരിയ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഫോഗല്ല
സാൻഡ്സ്ട്രോം അല്ലെങ്കിൽ മണൽക്കാറ്റ് എന്ന് പറയാം. മണലെന്ന് പറയാൻ പറ്റില്ല, മണലിൻ്റെ പൊടികളാണ്, എന്നാലും അതുപോലെ പറയാം. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. ഇതൊന്നല്ല, അണ്ടർ പാസ് കൂടെ പോകുമ്പോഴാണ്, മുമ്പത്തെ വണ്ടിക്കൊന്നും കറക്റ്റായി കാണൂല. നിങ്ങൾക്ക് ഫോണിൽ തന്നെ എങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കുക, നേരിട്ട് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇത് ഖത്തറിൽ ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ദഫ്ന അല്ലെങ്കിൽ ഈ റയ്യാന ഭാഗത്താണ്. ഖത്തറിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. മിക്ക ഏരിയകളിലും ഇങ്ങനെ നമ്മുടെ പുവർ വിസിബിലിറ്റി, ഡ്രൈവ് കെയർഫുള്ളി എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ LED പാനലിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് അപ്പോൾ മനസ്സിലാക്കുക അത്രത്തോളം പൊടിക്കാറ്റൊന്നും വീശുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടാകില്ല, പക്ഷെ നമുക്ക് നൈറ്റൊന്നും കടക്കാൻ പറ്റിയില്ല, അത്ര മേൽ മറ്റേ കാറ്റായിരുന്നു. കാരണം നമ്മുടെ ക്യാബിനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാബിനിൽ വന്നിട്ട് നമ്മുടെ കാറ്റടിച്ചിട്ടും അതേപോലെ മറ്റേ നമ്മളെന്താ പറയുക ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കടപടാന്നായിട്ട് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി. ഇത് കണ്ടോ, നമുക്ക് ആ ബോർഡ് തന്നെ കഷ്ടിച്ചാൽ കാണാൻ കഴിയണുള്ളൂ. അപ്പോൾ അത്രയും വിസിബിലിറ്റി കുറവാണ്. അതായത് ഫ്രണ്ടിലൊരു സിഗ്നൽ ഉണ്ട്, അതുപോലും കാണുന്നില്ല. അത്രയും എന്താണ് കണ്ടോ, അത്രയും പൊടിക്കാറ്റാണ്. ആ ഫ്രണ്ടിലുള്ള സിഗ്നൽ പോലും കാണുന്നില്ല നമുക്ക്. അത്ര അടുത്തെത്തുമ്പോഴാണ് നമുക്ക് ആ സിഗ്നൽ തന്നെ കാണാൻ കഴിയുക. പിന്നെ അതേപോലെ നമ്മളുണ്ടോ ബ്രിഡ്ജ് കയറുകയാണ്. ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. നമ്മളൊന്നും കൂടി ഉയരങ്ങൾക്ക് പോകുമ്പോൾ അതിൻ്റെ പൊടീൻ്റെ ഒരു ആഘാതം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ശരിക്കും ഫോണിൽ കാണുന്നതിനെക്കാട്ടിയും നേരിട്ട് കാണുമ്പോഴാണ് ഒരുപാടുള്ളത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മറ്റേ നന്നായിട്ട് തന്നെ പൊടിക്കാറ്റുണ്ട്. അത് ഖത്തറിലുള്ളതിനൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് വെക്കിങ്ങൾ. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഫുർസിയ സിഗ്നലിലാണ്. ഫുർസിയ സിഗ്നലിൽ നമ്മുടെ പള്ളി ഉണ്ടോ, പള്ളീനെ നമുക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റിയിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് പള്ളീൻ്റെ കോലമല്ല സോറി, അതായത് പള്ളിയിൽ പൊടി കാരണം കൂടെ നമുക്ക് അത്രയും വിസിബിലിറ്റി കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച്. കണ്ടോ, നമ്മുടെ ഫുർസിയ കുതിരയോട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഫുള്ള് പൊടിക്കാറ്റും കാര്യങ്ങളായിട്ട് നമുക്കതൊക്കെ വളരെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഖത്തറിൽ ഇന്നത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും ഇന്ന് രാവിലത്തെ ഒരു ക്ലൈമറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ്. ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റുകൾ ചേഞ്ച് ആവും, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുപ്പാവും, പെട്ടെന്ന് പൊടിക്കാറ്റ് വരും. അതാണ് അവസ്ഥ. എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു, ജസ്റ്റ് ഒന്ന് നോർമലി. കുറെ നമുക്ക് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണം വിചാരിക്കും, പക്ഷെ അപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കാനും പിന്നെ അതേപോലെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നോമ്പിന് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് നിർത്തി, നമ്മൾ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാം എല്ലാവരും. ക്ലൈമറ്റ് മാറുന്നതും അതേപോലെ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇതാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. വെതർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇന്നലെ നോക്കിയില്ല. മിക്കവാറും ഞാൻ ചില സമയങ്ങളിലൊക്കെ നോക്കലുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഈ വണ്ടി കഴുകണോ വേണ്ടതെന്നൊക്കെ അങ്ങനെ തീരുമാനിക്കുക. കാരണം ചിലപ്പോൾ വണ്ടി കഴുകണ അന്നായിരിക്കും നല്ല മഴ ഉണ്ടാവും. നമ്മൾ ഈ ഫോർകാസ്റ്റ്, അതായത് വെതർ ഫോർകാസ്റ്റ് ചെക്ക് ചെയ്യാണ്ട് നമ്മൾ വണ്ടി കഴുകുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ അതിൽ കാണിക്കുന്നത് 100% ആക്യുറേറ്റ് ആവില്ല. എന്നാലും നമുക്കൊരു സമാധാനം നമ്മൾ ചെക്ക് ചെയ്യും. കാരണം എന്താ പറയുക, എന്താണ് നമ്മൾ വണ്ടി കഴുകി തുടച്ചങ്ങോട്ട് ഇങ്ങനെ കൈയൊക്കെ കഴുകി വരുമ്പോഴാവും മഴച്ചാറ്റിലടിക്കുക, അതിൽ പിന്നെ വണ്ടിയൊക്കെ കോളാവും. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്നൊരു മൂടലായപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസുമായി സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.